പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് നാളെ CBI ആസ്ഥാനത്ത് ഹാജരാകാൻ സാധ്യത. കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി 12-ന് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാൻ വിജയ്ക്ക് നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി വിജയുടെ പ്രചാരണ വാഹനം ഇന്നലെ CBI കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് കർശന ഉപാധികളോടെയാണ് വാഹനം തിരിച്ചു നൽകിയത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തോട് വിജയ് സഹകരിച്ചിരുന്നില്ല. വിജയ് കൂടെ ആവശ്യപ്പെട്ടാണ് ദുരന്തത്തിൽ CBI അന്വേഷണം തുടങ്ങിയത്. ഇപ്പോൾ CBI അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം നമ്മൾ കണ്ടു. ആ പ്രചരണ വാഹനം കരൂർ ദുരന്തത്തിൽ അതിനിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പ്രചരണ വാഹനം പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു CBI അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചത് എന്ന് കണ്ടതാണ്. പിന്നീട് ഉപാധികളോടെ ആ വാഹനം വിട്ടു നൽകുകയും ചെയ്തു. കഴിഞ്ഞ മണിക്കൂറുകളിൽ കർശന ഉപാധികളോടെയാണ് ആ വാഹനം തിരിച്ചു നൽകിയത്. കരൂർ CBI ആസ്ഥാനത്തേക്ക് ആ വാഹനം എത്തിച്ച് കൃത്യമായ പരിശോധനകളൊക്കെ നടത്തിയ ശേഷമാണ് കർശന ഉപാധികളോടെ വാഹനം തിരിച്ചു നൽകിയത്. ഇപ്പോൾ നാളെ അതിൻ്റെ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ CBI അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ വരുന്ന ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കും. 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡൽഹി CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ TVK അധ്യക്ഷൻ നടൻ വിജയോട് ഹാജരാകാൻ പറഞ്ഞിരുന്നു CBI. അപ്പോൾ നാളെ വിജയ് അവിടെ ഹാജരാകുമെന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം കരുതുന്നത് അങ്ങനെയാണ്. കാരണം തമിഴ്നാട് സർക്കാരിൻ്റെ അന്വേഷണത്തോട് വലിയ രീതിയിൽ സഹകരിക്കാത്ത വിജയ് വലിയ രീതിയിൽ ഉയർത്തിയ ഒരു ആവശ്യം കൂടിയായിരുന്നു CBI ഇക്കാര്യത്തിൽ CBIയുടെ ഒരു അന്വേഷണം വേണമെന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ആവശ്യം വിജയ് ഉയർത്തിയൊരു സാഹചര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് നാളെ ചോദ്യം ചെയ്യലിനായി വിജയ് ഹാജരാകും എന്ന് തന്നെയുള്ള ശക്തമായ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കരൂർ ദുരന്തത്തെ സംബന്ധിച്ച് ആരാണ് പ്രതിക്കൂട്ടിൽ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. TVK പറഞ്ഞതനുസരിച്ച് TVK അധ്യക്ഷൻ വിജയ് പറഞ്ഞതനുസരിച്ച് സംസ്ഥാന സർക്കാരാണ്, അല്ലെങ്കിൽ സെന്തിൽ ബാലാജി ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിലെ പ്രധാനപ്പെട്ട നേതാവായ സെന്തിൽ ബാലാജിയാണ് ഈ ഒരു ദുരന്തത്തിന് വഴിവെച്ചത്, അല്ലെങ്കിൽ ഈ ദുരന്തം ഉണ്ടാക്കി തീർത്തത് സെന്തിൽ ബാലാജിയാണെന്നുള്ളത് TVKയും TVK നേതാക്കളും TVK അധ്യക്ഷൻ വിജയും ആരോപിക്കുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ വിജയാണ് ഇതിന് കാരണക്കാരൻ, അല്ലെങ്കിൽ വിജയ് എത്താൻ മണിക്കൂറുകൾ വൈകിയതാണ് ഈ വലിയൊരു ദുരന്തം ഉണ്ടാവാൻ കാരണമെന്നുള്ളത്. ഒപ്പം ഒരുപാട് ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നതാണ്. ആ ദൃശ്യങ്ങളുടെ സുതാര്യത, ആ ദൃശ്യങ്ങളുടെ വിശ്വസ്തത ഒക്കെ തന്നെ പരിശോധിച്ചതുമാണ്. അതിൻ്റെയൊക്കെ കൃത്യമായ കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അന്വേഷണത്തിലൊക്കെ തന്നെ ആ കണ്ടെത്തലുകളൊക്കെ എത്തിയിട്ടുണ്ടാകണം. CBI ഈ വിവരങ്ങൾ ശേഖരിച്ച സമയത്ത് ആ ദൃശ്യങ്ങളുടെ വിശ്വസ്തത കൂടി കണ്ടെത്തിയ ശേഷമായിരിക്കണം ഈ ചോദ്യം ചെയ്യലിലേക്കും ഈ പ്രചരണ വാഹനം പിടിച്ചെടുക്കുന്ന നടപടികളിലേക്കും ഒക്കെ കടന്നു തന്നെ കരുതുന്നു. നാളെ ഇപ്പോൾ ഡൽഹി CBI ആസ്ഥാനത്ത് വിജയ് ചോദ്യം ചെയ്യലിനായി ഹാജരാകുമെന്നുള്ള ശക്തമായ സൂചനകൾ ലഭിക്കുന്നു. വിജയ് ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞാൽ CBIയുടെ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ആ ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി കരൂർ ദുരന്തം ആരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ കരൂർ ദുരന്തമുണ്ടായത്, കരൂർ ഒരു ദുരന്തമായി മാറിയത് ആര് കാരണമാണ് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം തേടി തന്നെയാണ് CBI അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. CBI അന്വേഷിക്കണമെന്ന് തന്നെയാണ് TVK അധ്യക്ഷൻ വിജയുടെയും ആവശ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചോദ്യം ചെയ്യലിനായി ഡൽഹി CBI ആസ്ഥാനത്ത് വിജയ് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ വിജയ് നേരിടേണ്ടി വരും. ഒപ്പം തന്നെ നിരവധി കണ്ടെത്തലുകളിലേക്കും ആ ചോദ്യം ചെയ്യലിലൂടെ CBI എത്തുമെന്നുള്ളതും കൂടിയാണ് കരുതുന്നത്.